ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. സച്ചേട്ടാ, എന്നെ ഓർത്തുള്ള ഈ കണ്ണീര് സഹതാപം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു തരുമ്പെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും സച്ചേട്ടൻ സഹതാപത്തോടെ എന്നെ നോക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും അങ്ങനെ പെരുമാറരുത്. അതെന്നെ തളർത്തിക്കളയുള്ളൂ. ഞാനൊരു രോഗിയാണെന്ന മട്ടിൽ എന്നെ ഒന്ന് നോക്ക് പോലും ചെയ്യരുത്. എല്ലാവരും എന്നോട് സന്തോഷത്തോടെ സംസാരിക്കണം, പഴയ സ്നേഹത്തോടെ ഇടപെടണം. ഈ സഹതാപം എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ബോറടിയാണ്. എനിക്കെന്തോ ദേഷ്യം വരും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ സഹതാപം? രോഗി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. ശരിക്കും ഈ ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ ആരാണെന്ന് സച്ചിടനറിയോ? പണവും പ്രതാപവും ഒന്നുമല്ല, സൗന്ദര്യമല്ല, സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും അല്ല, ഈ ലോകം മുഴുവനും നേടിയെന്ന് അഹങ്കരിക്കുന്നവരും അല്ല. രോഗമില്ലാത്തവരാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ. ആശുപത്രിയിൽ കയറാതിരിക്കുന്നതാണ് മഹാപുണ്യം. ഗോവിന്ദന് അറിയില്ല ഇക്കാര്യം. ഇക്കാര്യം ഗോവിന്ദനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ താൻ പറയാത്തെ? ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ ജീവിച്ചത്? പിന്നെന്തിനാ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നത്? അവിടെ കിട്ടുന്ന ഒരു സൗകര്യവും ഇവിടെ കിട്ടില്ല. ലക്ഷ്മി എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. എന്നിട്ട് ഗോവിന്ദനോട് ഈ വിവരം പറയണം. ഇല്ല സച്ചേട്ടാ, എന്റെ വിധി എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാ ഗോവിന്ദനോട് പോലും പറയാതെ ഞാൻ അവിടെ വിട്ട് പോകുന്നത്. ഗോവിന്ദന് എന്നോട് വലിയ സ്നേഹം. പക്ഷെ എന്നെ ഓർത്ത് ഒരു ജീവിതകാലം മുഴുവനും മനസ്സൊരുക്കി അവൻ ജീവിച്ച മരിച്ചു പോയ പോലും എന്റെ ആത്മാവിന് മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനോടൊരു കടുങ്കൈ ചെയ്തു. ഞാൻ ഗോവിന്ദനെ പരമാവധി അങ്ങ് വെറുപ്പിച്ചു.
എല്ലാ ദിവസവും വഴക്കിട്ടു. ഒടുവില് ഞാൻ ഗോവിന്ദനൊരു ശല്യായിട്ട് മാറി. ആദ്യമൊക്കെ ഞാൻ വഴക്കിടുമ്പോ ഗോവിന്ദ് അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ പിന്നെയും പിന്നെയും ഗോവിന്ദനോട് വഴക്കിട്ടു. ആ പാവത്തിന് അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ വെറുപ്പിച്ച് ഒരു ദിവസം ഞാൻ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ സച്ചേട്ടാ, സിമ്പതി വേണ്ട. ഞാൻ മരിക്കുന്നത് സത്യമാ. ഡോക്ടർ സന്ധ്യ സച്ചേട്ടനോട് എല്ലാം പറഞ്ഞില്ലേ? എനിക്കിതൊരു പാലിയേറ്റീവ് ലൈഫ് മാത്രമാണ്. സത്യാണ് സച്ചേട്ടാ, മരണത്തിലേക്കുള്ള എന്റെ യാത്രയിലെ ഇടവേള സച്ചേട്ടനകത്തുള്ള ഈ കുറച്ച് സമയം. ഈ നിമിഷം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ചെന്ന് ഒരാളുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അല്പം റൊമാൻസ് ഒക്കെ എനിക്കും തോന്നുന്നുണ്ട്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അല്ലാതെ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം?